അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് വ്ലോഗ്സ്. നമ്മൾ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം നമ്മളിതാ വീണ്ടും തിരിച്ചിവിടെ വന്നിരിക്കുന്ന കേസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയ ഒരു ട്രിപ്പാണ് കേട്ടോ. ചെറിയൊരു ട്രിപ്പെന്ന് പറഞ്ഞാൽ ഒരു 1 ഡേ ട്രിപ്പാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ, മെക്കെദാത്തു എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഞാൻ വഴി അങ്ങനെ ഒന്നും റെക്കോർഡ് ചെയ്തില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കണ്ടപ്പോൾ അത്രയൊരു സുഖമില്ലാതെ തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്രാവശ്യം കാറിൻ്റെ ഫ്രണ്ട് ക്യാമറ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അതിൽ അറിയിക്കുക. അങ്ങനത്തെ കുറച്ച് വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് ട്രാവൽ വിത്ത് ഫോട്ടോഗ്രാഫിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് നോക്കിയാൽ കണ്ടില്ലേ, ഒരു അടിപൊളി സ്ഥലമാണ്. ഫുള്ള് മൗണ്ടൻസാണ് കവർ ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ ഞാനും എൻ്റെ കൂടെ നമ്മുടെ ജോബി ബ്രോ ഉണ്ട് കേട്ടോ. പുള്ളി അവിടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മേഘദാത്തു. ഞാൻ എത്തിയിട്ടില്ല. നമ്മൾ ഇവിടുന്ന് ഒരു 11-12 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ മേഘദാത്തു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എന്താണ് പറയുന്നത്, ഒരു ക്ലിഫ് പോലത്തെ, ക്ലിഫ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എന്തായാലും കാണാം, ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ യാത്രയുടെ ഒരു തുടക്കം എന്ന് പറയാം. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 6 മണിയൊക്കെ അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ജോബി ബ്രോയെ ഞാനൊന്ന് പിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ എത്തി. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. ഞാനിപ്പോൾ 50mm ലെൻസാണ് എൻ്റെ കയ്യിലുള്ളത്. അതുപോലെ ഞാനൊരു 16mm വൈഡ് ലെൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് നേച്ചർ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നാണ് ഒരു ഉദ്ദേശം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഇവിടെ ഒരു ലോങ് എക്സ്പോഷർ ഫോട്ടോ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ ആയിത്തീരുന്നൊന്നും ഒരു പിടുത്തവുമില്ല. ക്യാമറ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 1 മിനിറ്റ് എക്സ്പോഷറാണ് കൊടുക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിലൊരു ND ഫിൽറ്റർ ഉണ്ട്, പക്ഷേ സുഖമില്ലാത്ത ND ഫിൽറ്റർ. നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലാതെ എത്ര നന്നായി കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. കൂടുതലൊരു സ്കൈ നമുക്ക് മെയിനായിട്ട് പിടിച്ചിട്ട്, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആംഗിളിലാണ് കിട്ടുന്നുമില്ല. ഇപ്പം വലിയ കുഴപ്പമില്ലാതിരിപ്പുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഒരു ചെറിയ ഡിലേ ഇട്ട് കൊടുത്തിട്ട് ഷെയ്ക്ക് വരാതെ നമുക്കത് സെറ്റാക്കാം. ഓക്കെ, 1 മിനിറ്റാണ് നമ്മൾ എക്സ്പോഷർ. F11 നമുക്ക് ട്രൈ ചെയ്യാം. ISO 50 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഇത് PC-യിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം നല്ലതായിരിക്കും എന്നറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ സ്കൈയുടെ കളറ് കുഴപ്പമില്ലല്ലേ, നൈസാണ്. ഓക്കെ, നമ്മളങ്ങനെ ഒരു ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ സ്റ്റോപ്പ് ഞാനിവിടെ നിർത്തിയിട്ട് നമുക്ക് പയ്യെ മേഘദാത്തു അങ്ങോട്ട് പിടിപ്പിക്കാം. അവിടെ കാവേരി നദിയുണ്ട്. അപ്പോൾ നദിയിൽ മറ്റേ വട്ടക്കൊട്ടയ്ക്കകത്ത് കയറി അപ്പുറത്ത് പോകണമെന്നൊക്കെ പറയാം. നമുക്ക് നോക്കാം. എന്തായാലും നല്ല ചൂടുണ്ട് ഇന്നത്തെ ദിവസം. നമുക്ക് ട്രൈ ചെയ്യാം, പോകാം മുമ്പോട്ട്. ചെറിയൊരു അബദ്ധം കാണിച്ച് ഞാൻ Canon ക്യാമറ കൊണ്ടുവന്നു, അതിൻ്റെ ബാറ്ററി എടുത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മൊത്തം GoProയാണ്. അങ്ങനെ ഞങ്ങൾ മേഘദാത്തുവിലെത്തി. അവിടെ നമുക്കൊരു എൻട്രി ഫീ ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു 10 രൂപ ഇത് കൊടുത്തിട്ട് നമ്മുടെ ജോബിൽ തിരിച്ച് വണ്ടിയിൽ കയറുവാണ്. പാർക്കിംഗ് സ്ലിപ്പ് എൻ്റെ അടുത്താണ്. മേഘദാത്തു എത്തി. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും. എല്ലാവരും കുളിയും ബഹളവും ഒക്കെയാണ്. അതുപോലെ അവിടുന്ന് ചെറിയൊരു ബസ് സർവീസ് ഉണ്ട് മേഘദാത്തുവിൽ. നമുക്ക് ചെറിയൊരു ക്ലിഫ് പോലെ സെറ്റപ്പ് ഉണ്ട്, അങ്ങോട്ട് പോകാനുള്ള ബസ് സർവീസ്. നമ്മൾ കയറി അവിടെ എത്തി. അപ്പോൾ നമ്മൾ മേഘദാത്തു എത്തി. അവിടെ താഴെ കാണുന്ന സ്റ്റെപ്സിൽ ഇറങ്ങി താഴെ പോകാൻ മുമ്പ് പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അവരത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ചെന്ന സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾക്ക് താഴെ ഇറങ്ങാൻ പറ്റിയില്ല. അവിടെ ഇറങ്ങിയാൽ കിട്ടില്ലായിരുന്നു. അത് ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ പോയത്, പക്ഷെ നടന്നില്ല. ഇതാണ് അവിടെ നിന്നുള്ള വ്യൂസ്. അതുപോലെ തന്നെ ഈ ഒരു സെറ്റപ്പ് നമുക്ക് ഏകദേശം ഒരു 20 ദിവസം കഴിഞ്ഞത് റീ ഓപ്പൺ ആകും താഴെയുള്ള വഴിയെന്ന് അവർ പറഞ്ഞിരുന്നു. മുകളിൽ നിന്നുള്ള വ്യൂവും നല്ല രസമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് താഴേക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ കുറച്ച് നിരാശരായിട്ടുണ്ട്. അവിടെ അനിമൽ ലൈഫ് ഫോക്കസ് ഒക്കെ അടിപൊളിയാണ്.
സോണിയുടെ കറക്റ്റ് കണ്ണൊക്കെ പിടിക്കുന്ന കണ്ണ പിടിക്കുന്നുണ്ട്. ഓ പോലെ 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 അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മേഘേദാത്തു. ഇവിടെ പക്ഷേ നമുക്ക് താഴോട്ട് നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല. ഒരു 20 ദിവസത്തേക്കിന് അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു സ്ഥാനം നമ്മുടെ ജോബി ബ്രോ എന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ഒരു സാധനം അങ്ങ് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ബാഹുബലി സെറ്റപ്പൊക്കെ ഇവിടെ കുറച്ച് വിഷ്വൽ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്ത് ഇതാണ് അവർ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? നമ്മളങ്ങനെ മേഘേദാത്തു നമ്മൾ വിചാരിച്ച പോലെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ ഇപ്പോൾ അനുവാദമില്ല. അവർ പറയുന്നൊരു 20 days എടുക്കും അവിടുത്തെ പണി ചെയ്യാനായിട്ട്. സ്റ്റെപ്സ് എന്തോ അവർ റിനോവേറ്റ് ചെയ്തെടുക്കുവാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നടന്നു ബസ്സിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. ഒരു നല്ല ഒരു ഓഫ് റോഡ് ബസ് ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഓഫ് റോഡ് ഇങ്ങനെ ബസ് കയറി ഇവിടെ എത്തി. പിന്നെ ഈ വഴി കൂടെയാണ് ബസ് വരുന്നത്. നമുക്ക് ബസ്സിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ദൂരെ നിന്ന് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ ആക്ച്വലി ഒരു കാടിൻ്റെ നടുക്കൊരു വഴിയാണ്. ഇത് കണ്ടില്ല, മേലോട്ട് നോക്കിയാലൊരു കുന്നാണ് പുറയിൽ. കുന്നിൻ്റെ ഒരു മിഡിൽ പോർഷനിലാണ് ഈ വഴി കിടക്കുന്നത്. എന്നിട്ട് താഴോട്ട് കണ്ടില്ല പാറയും സെറ്റപ്പാണ്. അങ്ങോട്ട് പോയാലും മറ്റേ മേഘേദാത്തു മറ്റേ സ്ട്രീമിൻ്റെ അടുത്തോട്ടാണ്. അപ്പോൾ അതിന് നടുക്കുള്ള ആ ഒരു ചെറിയ വഴിയാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കുറച്ച് കീഴേറാൻ കൊക്കിരിപ്പുണ്ട്. നമുക്ക് ഒത്തിരി അടുത്തിട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ആക്ച്വലി ഇത് കണ്ടില്ല, ഇവിടെ നമുക്ക് വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഔട്ട് സൈഡ് ഇറങ്ങി നിൽക്കുകയാണ്. ഇത് ഫോട്ടോ എടുക്കാൻ നോക്കട്ടെ നമുക്ക് ആ 50 mm എന്തുമാത്രം ഒപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഒപ്പിക്കാം. ബേർഡ് ഐ ഫോക്കസൊക്കെ ഇട്ടേക്കുന്നത്, പക്ഷെ ഒന്നും പിടിക്കുന്നില്ല. ഇത്രയും ബഞ്ചായിട്ടിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. F1.6 ഞാനിപ്പോൾ എടുക്കുന്നത്. 4000 ഷട്ടർ സ്പീഡ്. അതുപോലെ തന്നെ അപ്പർച്ചർ പ്രയോറിറ്റി അപ്പർച്ചർ പ്രയോറിറ്റി മോഡിലാണ്. ഷട്ടർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം 4000 നൈസ് ഒരു പിക്ക് കിട്ടും. എങ്ങനെ അത് വരുമെന്നാണ്. രണ്ട് മൂന്ന് ഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ കഴിച്ച് നമ്മളിതാ മേഘേദാത്തു എന്നൊക്കെ ഇങ്ങനെ പോകുന്നു കേട്ടോ. നമ്മളിങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ അവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വരുന്ന വഴിക്ക് കുറച്ച് നിർത്തി നല്ല നല്ല ഗ്രാമീണ ഏരിയ ആണല്ലോ, നമുക്ക് കുറച്ച് നല്ല ഷോട്ട്സൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് നമ്മളിങ്ങനെ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇവിടെ കുറച്ച് നോക്കിയാൽ ഒരു ആട്ടിടയനും പുള്ളിയുടെ ആടുകളും ഒക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ 2 കഴുതകൾ. പുള്ളിക്കാരൻ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് അതിൻ്റെ അടുത്തേക്ക്. ഇവിടെ നോക്കിയാൽ കുറച്ച് ആടുകൾ ഒറ്റയ്ക്ക് വരും നമുക്ക്. കുറച്ച് ഫോട്ടോസ് എല്ലാം അപ്പുറത്തെ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും നോക്കണ്ട, ചുമ്മാ താങ്ങുവാണ്.
നൈസല്ല. ഏത് ആടിൻ്റെ കണ്ണിലാണ് ഫോക്കസ് ചെയ്തെന്നൊക്കെ ചോദിച്ചാൽ പാടാം. നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ ഏകദേശം കിട്ടും. പുള്ളിക്കാരൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ ഞാൻ. നേരെ തിരിച്ച് ഹ്യൂമണായി കൊടുത്തിട്ട് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നൈസ്. എനിക്ക് തോന്നുന്നു ഇതൊരു ആരുടെയോ ഒരു പ്രോപ്പർട്ടി. ഇവർ ചുമ്മാ പുല്ല് തീറ്റാനും ഒക്കെ ആയിട്ട് ഇതിനെ കൊണ്ട് കയറുന്നു ഇങ്ങോട്ട്. നൈസ് വ്യൂ ആണ് ഇവിടെ. ഒരു അങ്കിളിങ്ങനെ നൈസായിട്ടൊരു പർവ്വതം, അടിപൊളിയല്ല വ്യൂ. നമ്മുടെ ಅದೆಲ್ಲ ಬೇಕಾ? ಹುಲ್ಲು ತಿನ್ನಲ್ವಾ? ജോബി ബ്രോ കമ്പനി ആയെന്ന് തോന്നുന്നു നമ്മുടെ. നമ്മൾ ജോബി ബ്രോയ്ക്ക് കന്നഡ അറിയാം, നമുക്കറിയത്തില്ല. അതുകൊണ്ട് മടുപ്പാണ് മൊത്തത്തിൽ. ಏನು ಮಾಡ್ತಾ ಇದ್ದೀರಾ? അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജോബി ബ്രോയുടെ ചാനലുണ്ട്. ഇതുപോലെ ആൾക്കാരുമായിട്ടുള്ള ഇൻട്രവ്യൂസും കാര്യങ്ങളൊക്കെ പുള്ളി കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായും ജോബി ബ്രോയുടെ ചാനൽ നോക്കുക. കുറച്ചൊരു ഡോക്യുമെൻ്ററി, സെമി ഡോക്യുമെൻ്ററി ആണ്, ഫുൾ ഡോക്യുമെൻ്ററി ടൈപ്പ് അല്ല. നമ്മുടെ അതാ കിടക്കും, അതാ പോകും നമ്മുടെ ഇത് എന്താണ്, കഴുത മ്യൂൾ. ഫുള്ളിങ്ങനെ ഒരു എന്താണ് ഫാം ലാൻഡ്സ് ആണ് ഇവിടെ. നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് കണ്ടില്ലേ, മറ്റൊരു മലയും. നമ്മൾ ആ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അവിടെ നിന്ന് അധികം വന്നിട്ടില്ല, ഏകദേശം ഒരു 30 മിനിറ്റ്സ് എന്തോ വന്നിട്ടുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട്. നൈസ് സ്ഥലം. ഇവിടെ ഇത് കണ്ടല്ലോ, ഒറ്റയ്ക്ക് ഒരു 1-2 വീടുകൾ കുറച്ച് ആ ഭാഗത്ത്. ഇവിടെ ഒരു മുട്ടനാണ് ഇപ്പം, മുട്ടൻ. എഴുതാൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. എടുത്ത് ഇല്ല നിങ്ങൾ കഴുതാൻ ക്യാമറ. അതെ കഴുതയുടെ ക്യാമറ അല്ല, അങ്ങനല്ല.